ഓക്കെ, നമ്മള് പറഞ്ഞിരുന്നു മൗലിക അവകാശങ്ങള് ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയണത് അല്ലെ. ഭാഗം 3ആണ്. ഇത് ഓർക്കാൻ വേണ്ടി ഒന്ന് പറയണമെന്നുള്ളൂ കേട്ടോ. നമ്മള് മൗലിക അവകാശങ്ങള് ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഭാഗം 3ലാണ് മൗലികാവകാശങ്ങൾ ഉള്ളത്, 12 മുതൽ 35 വരെ. പിന്നെ നമുക്കറിയാം മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൗലികാവകാശങ്ങളുടെ ഒരു ലംഘനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ ചെല്ലാം. നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും അതിന് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു മൗലികാവകാശങ്ങൾ പരിപൂർണമല്ല, അതേപോലെ അനിയന്ത്രിതമല്ല. ഗവൺമെന്റ് വേണമെങ്കിൽ അതിൽ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ക്ലിയർ അല്ലല്ലോ മാം. എന്ത് സൗണ്ട് ക്ലിയർ അല്ല, ഒരു സൗണ്ട് ക്ലിയർ അല്ലേ? ഒരു മിനിറ്റ്, ഫാനിന്റെ സൗണ്ടിന്റെ പ്രശ്നമാണോ നോക്കട്ടെ. ഫാൻ ഒന്ന് സ്പീഡ് വെച്ചു. ഇപ്പൊ ഓക്കെ ആണോ? ബാക്ക്ഗ്രൗണ്ടിൽ ഓക്കെ ഓക്കെ, ബാക്ക്ഗ്രൗണ്ടില് ഫാനിന്റെ സൗണ്ട് കയറിപ്പിടിച്ചതാ. ഓക്കെ, അപ്പൊ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതികൾ മൗലിക അവകാശങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ റിട്ടുകളൊക്കെ പുറപ്പെടുവിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അടിയന്തരാവസ്ഥയുടെ സമയത്ത് മാത്രമാണ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭ ആകുകയുള്ളൂ. എന്നാൽ കൂടിയും അതിൽ ജീവിക്കാനും അങ്ങനെയൊക്കെ ഉള്ളത് ഒരിക്കലും അത് കളയാൻ പറ്റില്ല. അത്ര ഇമ്പോർട്ടന്റ് ആണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു അമെന്റ്മെന്റിൽ കൂടെ അല്ലാണ്ട് ഒരിക്കലും ഈ മൗലിക അവകാശങ്ങൾ ഭേദഗതി നടത്താനൊന്നും പറ്റില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ. മൗലിക അവകാശങ്ങൾ നമ്മുടെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്. ഓക്കെ, ഒന്നും പഠിച്ചില്ലെങ്കിലും എവിടുന്നാണ് മൗലികാവകാശങ്ങൾ കടം കൊണ്ടതെന്ന് പഠിക്കുക. അത് അമേരിക്കയിൽ നിന്നാണ്. ആർട്ടിക്കിൾ പഠിക്കുക. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഭാഗം 3ലാണ് കേട്ടോ. ഇത് LGS എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു പോയിന്റുകളാണ് കേട്ടോ. എപ്പോഴും ചോദിക്കണ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ 6 തരം മൗലിക അവകാശങ്ങളാണ് നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത്. മുന്നേ ഭരണഘടന നിലവിൽ വരുമ്പോ 7 എണ്ണം ഉണ്ടായിരുന്നു. സ്വത്തവകാശത്തെ നമ്മുടെ മൗലിക അവകാശത്തിന്റെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞു. അപ്പൊ ഇപ്പൊ അതൊരു നിയമപരമായിട്ടുള്ള അവകാശമാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കും, ഭരണഘടന നിലവിൽ വരുമ്പോ 7 മൗലിക അവകാശമായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോഴാണെങ്കിൽ 6 എണ്ണം ഉള്ളൂ. അതില് മൗലിക അവകാശം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണെന്ന് പറഞ്ഞു. 12, 13 നമ്മൾ പറഞ്ഞു എന്താണ് ആർട്ടിക്കിള് 12 സ്റ്റേറ്റ് എന്താണ് സ്റ്റേറ്റ് എന്നതിനെ പറ്റിയുള്ള ഡെഫിനിഷനാണ് ആർട്ടിക്കിൾ 12 പറയണത്. 13 ജുഡീഷ്യൽ റിവ്യൂയെ പറ്റിയാണ് പറയണത്. ഇനി നമ്മൾ മൗലിക അവകാശങ്ങൾ പഠിക്കുമ്പോൾ ആർട്ടിക്കിൾ 14 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തിരി ഹയർ ആയിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോട്ട് ഇടാം, ഈ 12, 13. അപ്പൊ ഇപ്പൊ മൗലിക അവകാശങ്ങളുടെ ഈ ആർട്ടിക്കിളുകൾ ഞാൻ പിന്നെ പറഞ്ഞിരുന്നു. ഈ സമത്വത്തിന്റെ അവകാശം എന്നതില് 14 മുതൽ 18 വരെയാണ് വരുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 16, ആ ആർട്ടിക്കിൾ 16 ഏത് മൗലിക അവകാശങ്ങളിൽ പെടും? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഇപ്പൊ സമത്വത്തിന്റെ ഉള്ള അവകാശത്തിലാണ് ആർട്ടിക്കിൾ 16, 17, 14, 15, 18 ഒക്കെ പെടുന്നത്. ഇനി സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ആർട്ടിക്കിൾ 20, ഒന്നെങ്കിൽ ആർട്ടിക്കിൾ 20 തന്നിട്ട് അത് ഏത് മൗലിക അവകാശത്തിൽ പെടുന്നു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 20 എന്താണെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ 19 മുതൽ 22 വരെയുള്ളത് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവകാശം എന്നും പഠിക്കണം, ആർട്ടിക്കിളുകളും പഠിക്കണം. ഓക്കെ, അപ്പൊ സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. അതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യമാണ് 19 മുതൽ 22, ചൂഷണം 23, 24, മതസ്വാതന്ത്ര്യം 25, 28, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29, 30, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32. ഇതില് ബാക്കി ഈ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ചോദിച്ചു കണ്ടിട്ടില്ല. ചോദിക്കില്ല എന്നല്ല, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്ന ആർട്ടിക്കിൾ എവിടെ നോട്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്തുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലേക്കുള്ള ഓരോ ആർട്ടിക്കിൾ ചോദിക്കുമ്പോൾ സാധാരണ കണ്ടിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സമത്വം ചോദിക്കാറുണ്ട്. ഇത് ഈ 29, 30 ചോദിക്കാറുണ്ട്.
ഭരണഘടനാപരമായി പ്രതിവിധിക്കുള്ള അവകാശം ചോദിക്കാറുണ്ട്. സ്വാതന്ത്ര്യവും അതില് ട്രാവല് അങ്ങനെ നമ്മൾ ഇനി പറയും. ഓക്കെ, അത് ഞാൻ സബായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വരുമ്പോ പറയാം. ഇതും ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞാണ് ഭരണഘടന നിലവിൽ വന്നപ്പോ 7 മൗലികാവകാശം ഉണ്ടായിരുന്നു. ഇപ്പൊ 6ആണ്. 44ാമത്തെ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. 78ാമത്തെ ഭേദഗതിയാണ്. തെറ്റായിരിക്കും ഞാൻ പറഞ്ഞുതരാം. 4+4 കൂട്ടുമ്പോ 8ആണല്ലോ. 42ാമത്തെ അമെന്റ്മെന്റ് വന്നത് 1976ലാണ്. ഇത് രണ്ടും കൂടി കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു പോണതാണ്. 1976ലാണ് 42 അമെന്റ്മെന്റ് വന്നത്. അപ്പൊ നിങ്ങൾ തെറ്റായിരിക്കാൻ പഠിക്കാം. 4+2 6, ഇത് 44, 4+4 8. തെറ്റിക്കാണ്ട് പഠിക്കാം കേട്ടോ. ഇനി 44ാം അമെന്റ്മെന്റ് നിലവിൽ വന്നത് 79ല്. ഇനി 300Aയിലാണ് ഇപ്പൊ നമ്മുടെ സ്വത്തവകാശം ഉള്ളത്. ഇതൊക്കെ അന്ന് പറഞ്ഞു പോയതുകൊണ്ടാണ് ഫാസ്റ്റിൽ പോണത് കേട്ടോ. ഓക്കെ, ഈ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് മൊറാർജി ദേശായി ആണ്. അന്ന് പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിള് 14 മുതൽ 18 വരെ. ഓക്കെ, അപ്പൊ സമത്വത്തിനുള്ള അവകാശം വരണ ആർട്ടിക്കിള് 14 മുതൽ 18 വരെ. ഇതിലുള്ളില് 14, 15, 16, 17, 18 ഇത്രയും ആർട്ടിക്കിള് സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ്. ആർട്ടിക്കിള് 14 മുതൽ 18 വരെ ഉള്ള ആർട്ടിക്കിൾസ്, നമ്മൾ ഓരോ ആർട്ടിക്കിളും എന്താണെന്ന് പറയും. അപ്പൊ 14 മുതൽ 18 വരെ ഉള്ളത് സമത്വത്തില് വരണതാണ്. ഓക്കെ, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഉള്ളത് സമത്വത്തില്. ഇനി അത് നമ്മൾ 14 ഡിസ്കസ് ചെയ്തിരുന്നു. ആർട്ടിക്കിൾ 14 പറയണത് നിയമത്തിന് മുന്നിൽ സമത്വം അല്ലെങ്കിൽ നിയമം മുഖേന തുല്യ സംരക്ഷണമാണ്. ഓക്കെ, ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണനയൊന്നുമില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയണതാണ്. അത് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയാന്ന് പറഞ്ഞു. അതാണ് ഈ 2 ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. അതില് നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയണത് ബ്രിട്ടീഷ് ലോ എന്നാണ്. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി ബിഫോർ ലോ എന്നാണ് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ബ്രിട്ടണിൽ നിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നു അന്ന് ബിഫോർ ബ്രിട്ടൻ. ഓക്കെ, ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ആശയമാണ്. അപ്പൊ ഇങ്ങനെ വെറുതെ ആലോചിച്ച് നോക്കുക, ബ്രിട്ടീഷുകാര് ഇവിടെ വന്നപ്പോ നമ്മളൊക്കെ നെഗറ്റീവ് ആയിരുന്നോ, അങ്ങനെ എന്തെങ്കിലും കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആശയമാണ്. അത് നമ്മൾ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന ടേം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ആശയമാണ്. അതായത് നിയമം മുഖേന തുല്യ സംരക്ഷണം, കണ്ടന്റ് ഒക്കെ സെയിം ആണ്. നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറഞ്ഞാലും നിയമം മുഖേന തുല്യ സംരക്ഷണം എന്ന് പറഞ്ഞാലും സംഭവം ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം അവതരിപ്പിക്കുന്ന രീതി ആ ഒരു കോണ്ടെസ്റ്റിലാണ് പറയണത് പോസിറ്റീവ് ആശയം, നെഗറ്റീവ് ആശയം എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം തന്നെ പോസിറ്റീവായിട്ട് പറയാം, അതേപോലെ നെഗറ്റീവായിട്ട് പറയാലോ, അത്ര ഉദ്ദേശിക്കണുള്ളൂ. പിന്നെ ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനയിൽ ഇളവ് ലഭിക്കുന്നത് നമുക്കറിയാം. രാഷ്ട്രപതിക്കും ഗവർണർക്കും കുറച്ച് പ്രത്യേകം ഒരു അധികാരമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമാണ് ഈ പദവി, ഈ ഒരു ആർട്ടിക്കിൾ 14 പ്രകാരം എന്തെങ്കിലും ഒരു ഇളവ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രമാണ്. ബാക്കി എല്ലാവരും നമ്മളൊക്കെ നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അതാണ് ആർട്ടിക്കിൾ 14 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിയമത്തിന് മുന്നിൽ സമത്വം. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു വന്ന് നിയമവാഴ്ച എന്താന്ന് പറഞ്ഞു, റൂൾ ഓഫ് ലോ. ഈ നിയമവാഴ്ച എന്ന ടേം കൊണ്ട് അർത്ഥം ഉദ്ദേശിക്കുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ് എന്ന് പറയണ ആ ഒരു കണ്ടന്റിനെ പറയണ പേരാണ് നിയമവാഴ്ച. അല്ലെങ്കിൽ ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് അതീതരാണെന്ന് പറയണതാണ് നിയമവാഴ്ച. അത് ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മളൊന്ന് പറഞ്ഞു നിർത്തിയത്. ഇത്രയും ഓക്കെ അല്ലേ? ഓർമ്മയില്ലേ? ഇത്ര കാര്യങ്ങൾ ഓർമ്മയുണ്ടാ? ഇതുവരെയാണ് നമ്മളൊന്ന് പറഞ്ഞു നിർത്തിയത്. ആർട്ടിക്കിൾ 14 ക്ലിയർ അല്ലേ? ഞാൻ ഇടയിൽ ഓരോ ആർട്ടിക്കിൾ ഏതൊക്കെയാന്ന് ചോദിക്കാം കേട്ടോ. ഇപ്പോഴേ പഠിച്ചു പോക്കോളൂ ക്ലാസ്സിൽ. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? നമുക്ക് പോട്ടെ, അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വമാണ് ഉദ്ദേശിക്കുന്നത്, നിയമത്തിന് മുന്നിലുള്ള സമത്വം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ നമ്മൾ ഡിസ്കസ് ചെയ്യണത് സമത്വത്തിനെ പറ്റിയാണ് അല്ലെ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വം. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. അതായത് ഒരു വ്യക്തിനെ അത് മതത്തിന്റെ പേരിലായിക്കോട്ടെ, വർഗത്തിന്റെ പേരിലായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, ലിംഗം ആയിക്കോട്ടെ, ജന്മസ്ഥലം ആയിക്കോട്ടെ, അങ്ങനെ ഒരാളോടും വിവേചനം പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. അതായത് അയാള് ഇന്നൊരാള് ഇന്ന മതത്തിലുള്ള ആളാണ്, ഇന്ന കാസ്റ്റിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജാതി അല്ലെങ്കിൽ ഉയർന്ന ജാതി, അങ്ങനെ അല്ലെങ്കിൽ ഒരു പെണ്ണാണ് ആണാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് ജനിച്ചത്, ഒരു പ്രത്യേക പർട്ടിക്കുലർ ഏരിയയില്, ഇപ്പൊ ഒരു മോശ സാഹചര്യത്തിലുള്ള സ്ഥലത്താണ് ജനിച്ചത്, അങ്ങനെ ഒരു രീതിയിലുള്ള വിവേചനം ഒരാളോടും പാടില്ല എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. അപ്പൊ നിങ്ങൾ ഒരു കഥ പോലെ ആലോചിച്ച് നോക്കി. ആദ്യം നമ്മൾ പറഞ്ഞു നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്, അതാണ് ആർട്ടിക്കിൾ 14. ഇനി നിയമത്തിനു മുന്നിൽ നമ്മൾ തുല്യരാകുമ്പോൾ ആർട്ടിക്കിൾ 15 പറയുന്നു ഒരു രീതിയിലുള്ള വിവേചനവും ആരോടും പാടില്ല. മതമായിക്കോട്ടെ, മതത്തിന്റെ പേരിലായിക്കോട്ടെ, വർഗത്തിന്റെ ആയിക്കോട്ടെ, ജാതി, ലിംഗം, ജന്മസ്ഥലം, ഇത് എന്തിന്റെ പേരിലായിക്കോട്ടെ ഒരു രീതിയിലും ഒരാളോടും വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. പക്ഷെ നമുക്കറിയാം സ്ത്രീകൾക്കും കുട്ടികൾക്കും ചില പ്രത്യേകമായിട്ടുള്ള പരിഗണന നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു സീറ്റ് ഉണ്ടാവും. ആ സ്ത്രീകളുടെ സീറ്റ് റിസർവ്ഡ് ആവും. അതേപോലെ തന്നെ ഒരു നമ്മുടെ ഇലക്ഷന് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ കൈക്കുഞ്ഞുങ്ങളെ എടുത്ത ഒരു അമ്മമാർക്ക് ഒരു പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കും. നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ ആദ്യം ഫുഡൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗർഭിണികൾക്ക് ഒരു പ്രത്യേക പരിഗണന, വയസ്സായവർക്ക് പ്രത്യേക പരിഗണന, അങ്ങനെ പല രീതിയിൽ നമ്മൾ പരിഗണന കൊടുക്കാറുണ്ട്. അപ്പൊ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രത്യേക പരിഗണന നൽകുന്നത് ഈ വിവേചനത്തിൽ പെടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ആർട്ടിക്കിൾ 15 സ്ത്രീക്കും പുരുഷനൊക്കെ തുല്യത ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ കൂടി ആർട്ടിക്കിൾ 15 അനുസരിച്ച് എന്താ പറയാ, ഒരു രീതിയിലും വിവേചനം പാടില്ല എന്നാണ് പറയണത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന കൊടുക്കുന്നത് വിവേചനത്തിൽ പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം, ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഇനി ആർട്ടിക്കിൾ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ അവസരം, അവസര സമത്വമാണ് ഈ ആർട്ടിക്കിൾ 16 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൊതു നിയമനങ്ങളിൽ, അപ്പോയിന്റ്മെന്റുകളിലായിക്കോട്ടെ, എല്ലാത്തിലും എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കും, എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കും. അതാണ് അവസര സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 16 പറയണത് അവസര സമത്വമാണ്. ഓക്കെ. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞിരുന്നു: തുല്യ പദവി, അതേപോലെ തന്നെ അവസര സമത്വം. ഓക്കെ. അപ്പൊ അവസര സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കും, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരങ്ങൾ പറ്റും, അല്ലെങ്കിൽ തുല്യ അവസരങ്ങൾ കൊടുക്കും എന്ന് പറയണ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ഓക്കെ. ക്ലിയർ ആണോ? 14 എന്താ? ആർട്ടിക്കിൾ 14 നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അപ്പൊ നിയമത്തിന് മുന്നിലുള്ള സമത്വമാണ് ആർട്ടിക്കിൾ 14. 15 വിവേചനത്തിനെതിരെ ജാതി, മതം, വർഗം, ലിംഗം എന്തൊക്കെയാണെങ്കിലും ഒരാളോടും വിവേചനം പാടില്ല, എന്തിന്റെ പേരിലായാലും അതിന് ഒരു വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഇനി ആർട്ടിക്കിൾ 16 അവസര സമത്വം. അവസര സമത്വം. ഓക്കെ. പിന്നെ നമുക്കറിയാം ഈ അവസര സമത്വം എന്നൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ PSC പരീക്ഷയിൽ തന്നെ ഏജ് റിലാക്സേഷൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർക്കൊക്കെ തൊഴിൽ സംവരണം കൊടുക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ചില സ്ഥലത്ത് ചില എന്താ പറയാ സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കും ഇത്ര ഇൻകത്തിൽ താഴെയുള്ളവര്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലത്തില് വീട്, അത്ര സ്ക്വയർ ഫീറ്റേ പാടുള്ളൂ, അല്ലെങ്കിൽ ചില മതവിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം, നമ്മുടെ ദേവസ്വം ബോർഡ് അങ്ങനെയൊക്കെ പറഞ്ഞ പല രീതിയിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ലാറ്റിൻകാർക്ക് അങ്ങനെ ഒരു പ്രത്യേകം കൊടുക്കും. അതൊക്കെ എന്താ പറയാ, ഈ അവസര സമത്വത്തിന്റെ ഇതിന്റെ അടിയിൽ വരുന്ന ക്ലോസ് ആണ്. അതൊന്നും ഇതുമായിട്ട് എന്താ പറയാ,
ഇതിനെ ബാധിക്കില്ല. അവസര സമത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ അനുഭവിക്കുക എന്നുള്ള രീതിയിലാണ് പറയണത്. ഇതിന് കുറെ സബ് ക്ലോസ് ഉണ്ട്, അതിൽ ഇതൊക്കെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ വെറുതെ പഠിച്ചാൽ മതി. 16 അവസര സമത്വമാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, എല്ലാവർക്കും അവസരം കൊടുക്കും, അത്ര തന്നെ. ഇനി ആർട്ടിക്കിൾ 17 ആണ് അയിത്ത നിർമാർജനം. അയിത്ത നിർമാർജനം എന്ന് പറയുന്നത് ഈ ഒരു 1955 സിവിൽ, ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് വന്നത് എന്നാന്ന് എപ്പോഴും ചോദിക്കും. 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ്, ഈ പറഞ്ഞ നിയമം അനുസരിച്ചാണ് നമ്മുടെ ഈ പറഞ്ഞ അയിത്തം എന്ന് പറഞ്ഞ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റങ്ങൾക്കൊക്കെ ശിക്ഷ നൽകുന്ന ഏത് നിയമം അനുസരിച്ചാണെന്ന് ചോദിക്കാറുണ്ട്. അത് 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ്. അപ്പൊ ഈ തൊട്ടുകൂടായ്മ, അയിത്തം നമുക്ക് അറിയാലോ, നമ്മുടെ പ്രാകൃതമായിട്ട് കുറെ അങ്ങനത്തെ അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. ഈ ആർട്ടിക്കിള് വന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ആർട്ടിക്കിള് പാസ്സാക്കിയത്. അപ്പൊ അത് ചോദിക്കാറുണ്ട്, മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസ്സാക്കിയ ഭരണഘടനാ വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? 14 എല്ലാവരും ഒന്നും കൂടി കമന്റ് ചെയ്തേ. 14 എന്താ? 14 ആർട്ടിക്കിൾ 14 ജസ്റ്റ് ആ ടേം മാത്രം മെൻഷൻ ചെയ്താൽ മതി. ആർട്ടിക്കിൾ 14 ആരും ഒന്നും പറയണില്ലല്ലോ. ആർട്ടിക്കിൾ 14 എന്തിട്ടാ? ആർട്ടിക്കിൾ 14 എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യേ. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യ അവകാശം. നിയമത്തിന് മുന്നിൽ സമത്വം. 15 ആണെങ്കിൽ വിവേചനം പാടില്ല. 16 അവസര സമത്വം. 17 ആണെങ്കിൽ അയിത്തം. ഇനി ഈ അയിത്തം എന്ന് പറഞ്ഞൊരു വാക്ക് ഭരണഘടനയിൽ എവിടെയും നിർവചിച്ചിട്ടില്ല. ആ ടേം എന്ന് പറഞ്ഞ അയിത്തം എന്ന് പറഞ്ഞ ടേം എവിടെ ഇല്ല കേട്ടോ. നമ്മള് 17 എന്ന് പറയണത് തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞാലും ആ അയിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ഇല്ല. ഓക്കെ, ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ 18 കൂടി പറഞ്ഞിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനപ്പേര് നിർത്തലാക്കാനാണ്. തലക്കെട്ടുകൾ, അതായത് ഇപ്പൊ എന്താ പറയാ, മുന്നേ കുറെ സ്ഥാനപ്പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുറെ വലിയ വലിയ ആളുകൾക്ക് കുറെ സ്ഥാനപ്പേരൊക്കെ കൊടുത്തിരുന്നു. ആ സ്ഥാനപ്പേര് ഇപ്പൊ സർദാർ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥാനപ്പേരുകൾ നിർത്തലാക്കണത് ഉള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 18. പക്ഷെ നമ്മളിപ്പോഴും ഈ ഒരു ഡോക്ടർ അല്ലെങ്കിൽ പ്രൊഫസർ അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെയുള്ള ചില അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഡോക്ടർ എന്ന് വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ മിലിറ്ററി പരമായിട്ടുള്ള എന്തെങ്കിലും മേജർ, അങ്ങനെയൊക്കെയുള്ള പദങ്ങളൊക്കെ വെക്കുമല്ലോ. അതൊന്നും സ്ഥാനപ്പേരുകളിൽ പെടുന്നതല്ല കേട്ടോ. ഈ ഒരു ആർട്ടിക്കിളിന്റെ അടിയിൽ വരണതല്ല. അതെ, ഇന്ത്യ ഗവൺമെന്റിന്റെ അതല്ല, അതായത് സൈനികവും വിദ്യാഭ്യാസപരമായ മികവ്, അത് വെക്കണതിന് കുഴപ്പമില്ല. അതല്ലാതെ വേറൊരു സ്ഥാനപ്പേരും നമ്മുടെ പേരിന്റെ കൂടെ വെക്കാൻ പാടില്ല. അതാണ് ഈ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് വിദേശത്ത് നിന്ന് എന്തെങ്കിലും ഒരു ബഹുമതിയോ പുരസ്കാരോ ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ബഹുമതി എന്തെങ്കിലും ഒരു പേര്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനപ്പേര് പോലത്തെ എന്തെങ്കിലും ഒക്കെ ബഹുമതിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ പേരിനൊപ്പം ചേർക്കാൻ പാടില്ല. അതേപോലെ തന്നെ പ്രസിഡന്റിന്റെ ഒന്നും അനുമതി ഇല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ മറ്റൊരു രാജ്യത്തിന്റെ ബഹുമതി നമ്മുടെ പേരിന്റെ ഒപ്പം ഒന്നും ചേർക്കാൻ പാടില്ല. ഇത് അഡീഷണൽ പോയിന്റ് ആണ്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക അല്ലെങ്കിൽ തലക്കെട്ടുകളുടെ നിരോധനമാണ്. പക്ഷെ അതില് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള സ്ഥാനപ്പേരും അതേപോലെ തന്നെ സൈനികപരമായിട്ടുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും പേരുകളും പേരിന്റെ ഫ്രണ്ടിൽ വെക്കണത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിയമവാഴ്ച എന്നാൽ എന്താണ്? ഓപ്ഷൻ എ, നിയമത്തിനു മുന്നിൽ
എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരല്ല. ശരിയാണോ? നിയമവാഴ്ച എന്നാൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരല്ല. ശരിയാണോ? എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരല്ല. തെറ്റ്. തെറ്റ്. അടുത്തത്, നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയില്ല. തെറ്റ്. അടുത്തത്, നിയമം ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം. തെറ്റാ. അടുത്ത ഓപ്ഷൻ, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ശരിയാണ്. അപ്പൊ ഈ നിയമവാഴ്ച എന്നുള്ള ടേം എന്താന്ന് മനസ്സിലായില്ലേ? എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറയുന്ന ഒരു ടേം ആണ് നിയമവാഴ്ച കേട്ടോ. ഓക്കെ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സിവിൽ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നു, അതനുസരിച്ചാണ് അൺടച്ചബിലിറ്റി പ്രൊഹിബിറ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, ആ വർഷം ഒരാള് പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് അറിയോ അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം? അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത് 1955 ആട്ടോ. എപ്പോഴും ചോദിക്കേണ്ടതാണ്, അയിത്ത നിരോധന നിയമം എന്നാ നിലവിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1955 ഈ പറഞ്ഞ സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് വന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഏക ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 ആണ് കേട്ടോ. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരേ ഒരു ആർട്ടിക്കിൾ. ഓക്കെ. അപ്പൊ നമ്മളിപ്പം 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകൾ ഡിസ്കസ് ചെയ്തു. ഇത് തെറ്റായിരിക്കും, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 18, 8 തലക്കെട്ട്, നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു ട് സൗണ്ട് ഇല്ലേ? ആർട്ടിക്കിൾ 18 തലക്കെട്ട്, 18 തലക്കെട്ട് കേട്ടോ. ഇത് കുറെ ആർട്ടിക്കിൾ വരുമ്പോൾ തെറ്റായിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 14 സമത്വം, 15 വിവേചനം, 16 അവസര സമത്വം, 17 ഈ അൺടച്ചബിലിറ്റി, 18 തലക്കെട്ട്. ഇതിൽ ഈ 16 തെറ്റായിരിക്കാൻ നമ്മൾ പറയാം. 10ാം ക്ലാസ് കഴിഞ്ഞ് +2-ന് നമുക്ക് പല ഗ്രൂപ്പുകളൊക്കെ സെലക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും അവസരം കിട്ടണ രീതിയിൽ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കോഴ്സ് സെലക്ട് ചെയ്യാൻ കോഴ്സ് ഉണ്ട് എന്ന രീതിയിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പൊ 16, അതായത് +1 എന്ന് പറയുമ്പോൾ 16 വയസ്സാണല്ലോ. അപ്പൊ ആർട്ടിക്കിൾ 16 അവസര സമത്വം. ഓക്കെ. 15 വിവേചനം. ഓക്കെ. ഇത് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്താ പറയാ, ഇപ്പൊ നമുക്ക് കുറെ ഗ്രേസ് മാർക്കൊക്കെ കിട്ടും. അപ്പൊ ഗ്രേസ് മാർക്ക് കിട്ടിയ നമ്മളെക്കാളും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് മാർക്ക് വാങ്ങിയ ഒരു ഗ്രേസ് മാർക്ക് കൊണ്ട് പോണത് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു വിവേചനം പാടില്ല. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറയണതാണ്. ഇതിൽ അങ്ങനെയൊന്നും അല്ല ആർട്ടിക്കിളിൽ പറയണേ. ജാതി, മത, വർഗ, ലിംഗം അത് അനുസരിച്ച് വിവേചനം പാടില്ല എന്നാണ്. ഓക്കെ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം, 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം, 16 അവസര സമത്വം, 17 അയിത്ത നിർമാർജനം, 18 തലക്കെട്ടുകൾ നിരോധിക്കലും. ഓക്കെ. അപ്പൊ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു. അതായത് സമത്വത്തിനുള്ള അവകാശം, ഇതാണ്, ഇത്രയാണ് 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളിൽ പെടുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. അവസര സമത്വം ഏത് മൗലിക അവകാശത്തിൽ പെടുന്നു? അപ്പൊ നിങ്ങൾ എന്ത് ആൻസർ പറയും? അവസര സമത്വം ഏത് മൗലിക അവകാശത്തിലാണ് പെടുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ പറയാം? ക്ലിയർ ആയില്ല? സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ് ആർട്ടിക്കിൾ 16. ഇനി ആർട്ടിക്കിൾ 17 ഏത് മൗലിക അവകാശത്തിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത മൗലിക അവകാശത്തിലേക്ക് പോവാം. അടുത്തതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തില് ആ ആർട്ടിക്കിളിൽ പെടുന്നത്. സ്വാതന്ത്ര്യം 19 മുതൽ 22. ഓക്കെ. അത് 19 കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. 18 വയസ്സ് കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് ചിന്തിക്കാൻ. ഈ 18 വയസ്സ് കഴിയണമെന്ന് പറയുന്നത് പ്രായം 18 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് നമ്മുടെ ഒരു പ്രായപൂർത്തി എന്ന് പറയാം. അപ്പൊ നമ്മൾ തലക്കെട്ട് അവിടെ പഠിച്ചില്ല. അപ്പൊ 19 തൊട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക. അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രിക്ക് ചേരണ ഒരു പ്രായമാണല്ലോ 19 വയസ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, 18ാമത്തെ വയസ്സ് തൊട്ട് ഡിഗ്രിക്ക് ചേരുമെന്ന് എനിക്കറിയാം, ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയണത് 19 മുതൽ 22 വരെയാണ്. അപ്പൊ ഇതില് ഈ ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യം ഉണ്ട്. അതില് 19 ഒന്നില് എ എന്ന് പറയാം, 19 എന്ന് ഞാൻ ഇപ്പൊ പറയാം. 19 എയില് സംസാരത്തിനും ആശയ പ്രകടനത്തിനും, ആദ്യം നമുക്ക് ഇതൊന്ന് വായിക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്പീച്ച്. ഇനി 19 ബിയില് നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം, അസംബിൾ. ഇനി സി പറയണത് 19 സി സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശമാണ്, ഓർഗനൈസേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഡി ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ നമുക്ക് ആരുടെയും പെർമിഷൻ ഒന്നും വേണ്ട അല്ലെ. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിലുടനീളം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കൊക്കെ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാൻ പറ്റും. അതാണ് ട്രാവലിൽ വരണത്. 19 ഇയില് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം വരും. 19 ജിയില് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും അതിന് ജോബ് പ്രൊഫഷൻ, അതാണ് ജിയില് വരിക. ഇനി ഇതിന്റെ ഇടയിൽ നോക്കിയാൽ നിങ്ങൾ എഫ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല അല്ലെ. എ ബി സി ഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് ഇല്ല. എഫ് കഴിഞ്ഞിട്ട് ഇല്ലാണ്ട് നേരെ ജിയിലേക്കാ പോണത്. ഈ എഫ് സ്വത്തവകാശമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്വാതന്ത്ര്യമായിരുന്നു. അത് നമ്മൾ 44ാമത്തെ അമെന്റ്മെന്റ് വഴി അത് എടുത്തു കളഞ്ഞത് കൊണ്ടാണ് ഇവിടെ എഫ് എന്ന് പറഞ്ഞൊരു സ്വാതന്ത്ര്യം വരാത്തത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു കഥ പോലെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മള് ഒരു എവിടെയെങ്കിലും ഒക്കെ പോവാണ്. അപ്പോ ആൾക്കാർ ഇങ്ങനെ പ്രസംഗിക്കണത്, ഈ ഇങ്ങനെ പാർട്ടിയുടെ പ്രസംഗം ആയിക്കോട്ടെ, എന്തെങ്കിലും പ്രസംഗം വഴിയിൽ നമ്മൾ കേൾക്കാണ്. അപ്പൊ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഒത്തുകൂടും അല്ലെ. ഒത്തുകൂടും. നമുക്ക് സമാധാനപരമായിട്ട് ഒത്തുകൂടാനുള്ള നമ്മുടെ ഭരണഘടന അനുവാദം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സമാധാനപരമായ ഒരു സ്ഥലത്ത് ഒത്തുകൂടും. ഒത്തുകൂടി കഴിയുമ്പോൾ പറഞ്ഞതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളൊരു ഓർഗനൈസേഷൻ പോലെ അതിലിപ്പോ പുതിയതായിട്ട് വന്ന ഒരാളാണെന്ന് വിചാരിക്കും. അപ്പൊ ഒരു ഓർഗനൈസേഷൻ പോലെ ഒരു സെറ്റപ്പ് അവരുടെ സംഘടനയിൽ നമ്മൾ ചേർന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സംഘടനയിലൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോ നമ്മൾ എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടായി. അപ്പൊ നമ്മൾ ഒരു യാത്രയൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ യാത്രയൊക്കെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തോന്നി നമ്മുടെ നാട്ടിലേക്കാളും നല്ലത് അവിടെയാണ്. അപ്പൊ ഈ കൂട്ടുകാരെല്ലാവരും കൂടി ഈ ഇതില് നമ്മൾ സമ്മേളിച്ച് കൂട്ടുണ്ടാക്കിയ ആൾക്കാരെല്ലാവരും കൂടി അവിടെ സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്തായാലും ജീവിക്കണമല്ലോ. അപ്പൊ പ്രൊഫഷൻ. അപ്പൊ 19 ഡി ഇതൊക്കെ എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇനി തെറ്റില്ലല്ലോ. ആദ്യം സ്പീച്ച്, പിന്നെ അസംബിള്, പിന്നെ സംഘടനകൾ, ഓർഗനൈസേഷൻ, പിന്നെ ട്രാവൽ, സെറ്റിൽമെന്റ്, പ്രൊഫഷൻ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 വരണ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ കിട്ടിയാ? ക്ലിയർ ആണ്. അപ്പൊ ആദ്യം സ്പീച്ച്, പിന്നെ അസംബിള്, പിന്നെ നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ, പിന്നെ ട്രാവൽ, സെറ്റിൽമെന്റ്, പ്രൊഫഷൻ. ഇത് ABCD അതേ ഓർഡറിൽ തന്നെയാണ്. എഫ് മാത്രം ഇല്ല എന്ന് ആലോചിക്കുക. അത് സ്വത്തവകാശമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മുടെ ഈ ഭരണഘടനയില് ഈ പത്രങ്ങളെ പറ്റി അല്ലെങ്കിൽ മീഡിയാസിന് അങ്ങനെ സ്വാതന്ത്ര്യം, പത്രങ്ങൾക്ക് അങ്ങനെ മീഡിയാസിന് എന്തെങ്കിലുമൊക്കെ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഭരണഘടനയില്? പത്രമാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ടോ? യെസ് ഓർ നോ? പറയൂ. ഒന്ന് യെസ് പറയൂ, അല്ലെങ്കിൽ നോ പറ. ഇപ്പൊ നമ്മുടെ മീഡിയാസ് ഒക്കെ വർക്ക് ചെയ്യണില്ലേ, പത്രങ്ങളൊക്കെ വർക്ക് ചെയ്യണില്ലേ, അവർക്ക് എന്തെങ്കിലും ഭരണഘടന എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഉണ്ടില്ല, അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല ഭരണഘടനയിൽ. ഈ പറഞ്ഞ പത്രമാധ്യമങ്ങൾക്ക് ഈ പറഞ്ഞ ആശയ പ്രകടനത്തിനും അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയണ ഈ 19 എ പ്രകാരമാണ് ഈ പത്രങ്ങളും മീഡിയാസും ഒക്കെ പ്രവർത്തിക്കണത്. നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുക, സംസാരിക്കുക, ഇതിലാണ് നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ വരണത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയാണ് 19. നമ്മൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആർട്ടിക്കിൾ 19 പറഞ്ഞു. ഇനി 20, 21, 22 ഡിസ്കസ് ചെയ്യാനുണ്ട്. 19 ക്ലിയർ ആയോ? 6 മൗലിക സ്വാതന്ത്ര്യങ്ങള്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
ആർട്ടിക്കിൾ 19 എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? പറയൂ. എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാ ആർട്ടിക്കിൾ 19 പറയണേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു എത്ര സ്വാതന്ത്ര്യങ്ങളാ പറയണേന്ന്. എത്ര എണ്ണ? 6 എണ്ണല്ലേ ഈ പറയണേ? 1, 2, 3, 4, 5, 6. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളല്ലേ പറയണത്? ക്ലിയർ ആണോ? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ തോന്നില്ല, പോയിന്റുകൾ കുറെ കുറഞ്ഞു പോകും നമ്മൾ പറയുമ്പോൾ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം എന്ന് പറയുന്നത് ആർട്ടിക്കിളിന്റെ മലയാളം ടേം ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് കേട്ടാ. ഓപ്ഷൻ 1 ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാ? ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാ? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യേ. യെസ് ഓർ നോ? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയണത് നമ്മൾ ആശയ പ്രകടനത്തിനുള്ള ആദ്യത്തെ പറഞ്ഞില്ലേ, സ്പീച്ച് പറഞ്ഞില്ലേ, അതിൽ തന്നെയാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം വരണത് കേട്ടോ. അടുത്തത് സംഘടനാ സ്വാതന്ത്ര്യം. അടുത്തത് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. ഇല്ല. ഇത് നിങ്ങൾ ഇനി കുറച്ചും കൂടി പഠിച്ചു പോകുമ്പോൾ ഇനി വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകും. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഈ ആർട്ടിക്കിൾ 19 ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിൽ പെടണില്ല കേട്ടാ. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഒന്നും കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും. ഇതില് ആർട്ടിക്കിൾ 19 പ്രകാരം വിദ്യാഭ്യാസം അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തെ പറ്റി പറയണില്ല. പക്ഷെ വിദ്യാഭ്യാസത്തെ പറ്റി പറയണ ആർട്ടിക്കിൾസ് ഒക്കെ ഇനി നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 പറയണത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കോടതിയുടെ മുന്നില് അല്ലെങ്കിൽ ഒരു നിയമത്തിന്റെ മുന്നില് ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളും കുറ്റവാളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആളെ നമുക്ക് കുറ്റാരോപിതൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു പക്ഷെ അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ആ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയപ്പെടുന്നത് വരെ, അതായത് കോടതിയിൽ പ്രൂവ് ചെയ്യണ വരെ ആള് കുറ്റാരോപിതൻ മാത്രമാണ്, അല്ലാണ്ട് കുറ്റക്കാരനാണെന്ന് നമുക്ക് വിധിക്കാൻ പറ്റില്ല. അപ്പൊ ആർട്ടിക്കിൾ 20 ഈ പറഞ്ഞ കുറ്റവാളികൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ പറയാൻ പോണത്. ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിൽ ഒരു സംരക്ഷണം കിട്ടും. നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. ഇതെന്ന് പറയണത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഇപ്പൊ ഒരു പോക്സോ, ഒരു എക്സാമ്പിൾ പറയാണ്. പോക്സോ കേസ് പ്രകാരം മുന്നേ വധശിക്ഷ ഉണ്ടായിരുന്നില്ല. 2019 അമെന്റ്മെന്റ് വഴിയാണ് പോക്സോയിൽ വധശിക്ഷ ഒക്കെ വന്നത്. അല്ല, ഒരു എന്തെങ്കിലും ഒരു പീഡനോ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോ ഇപ്പൊ ആ ഒരു കുറ്റത്തിന് ശിക്ഷ 10 വർഷമാണെന്ന് വിചാരിക്കും. ഇപ്പൊ നിലവില് ഇപ്പൊ ഈ 2025 അനുസരിച്ച് ആ ഒരു കുറ്റത്തിന്, ഏതെങ്കിലും ഒരു കുറ്റമായിക്കോട്ടെ, അതിനുള്ള ശിക്ഷ 10 വർഷം തടവാണെന്ന് വിചാരിക്കുക. 2027 ഒരു നിയമം വരികയാണ്. ഇതേ ശിക്ഷയ്ക്ക് ഇനി തൊട്ട് ശിക്ഷ എന്ന് പറയുന്നത് 12 വർഷം തടവാണ്. അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ന് തെറ്റ് ചെയ്ത ഒരാൾക്ക് 2025 കുറ്റം ചെയ്ത ഒരാൾക്ക് 2027 കോടതിക്ക് വന്ന് പറയാൻ പറ്റില്ല 2025 നിങ്ങൾ ഈ കുറ്റം ചെയ്തപ്പോ 10 വർഷം തടവുള്ളൂ. ഇനി ഈ നിയമം 2027 നിയമം അനുസരിച്ച് ഒരു നിയമം വരികയാണെന്ന് വിചാരിക്ക്, 12 വർഷമായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ 2 കൊല്ലം കൂടി എക്സ്ട്രാ കിടക്കണം എന്ന് പറയണ ഒരു സംഭവം ഇല്ല. ആ സമയത്ത് ആ കുറ്റത്തിന് എന്ത് ശിക്ഷയാണോ ഉണ്ടായിരുന്നത് അതായിരിക്കും അവിടെ അതിനുള്ള ആ കുറ്റത്തിനുള്ള ശിക്ഷ. പിന്നീട് എന്ത് നിയമം വന്നാലും പിന്നീടുള്ള ശിക്ഷയുടെ കാലാവധി കൂട്ടിയാലും കുറച്ചാലും പിന്നീട് അത് അവർക്ക് ബാധകമല്ല. ആ സമയത്ത് എന്ത് ശിക്ഷയാണോ ആ കുറ്റത്തിനുള്ളത് അത് മാത്രമാണ് പ്രാബല്യത്തിൽ ആൾക്കുള്ളൂ. ഇനി 2027 കുറ്റം ചെയ്യുന്ന ആൾക്ക് അന്നത്തെ എന്താണോ നിയമം അനുസരിച്ച് ശിക്ഷയുള്ളത് അത് അവർക്ക് ആ സമയത്ത് ചെയ്ത കുറ്റവാളികൾക്ക് കിട്ടും. അല്ലാണ്ട് മുന്നേ ആ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് അതിന്റെ ശിക്ഷ ഇത്രയാണ് എന്നും പറഞ്ഞ് കിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ?
ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? അതായത് പോക്സോ കേസ് ഞാൻ പറഞ്ഞു ഇപ്പൊ വധശിക്ഷയുണ്ട്. മുന്ന് പോക്സോ കേസിൽ ഒരാള് പിടിക്കപ്പെട്ടു, ആൾക്ക് ശിക്ഷ കിട്ടി, അന്ന് വധശിക്ഷയൊന്നുമില്ല. അപ്പോ ഇപ്പൊ ആളോട് പറയാണ് നിങ്ങൾ മുന്നേ പോക്സോയിൽ പിടിക്കപ്പെട്ടല്ല, നിങ്ങൾക്ക് വധശിക്ഷ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തരും എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പൊ എന്താണോ ആ സമയത്തെ നിയമം അനുസരിച്ചുള്ള ശിക്ഷ അത് മാത്രമാണ് ആ വ്യക്തിക്ക് കിട്ടുള്ളൂ. മുൻകാല പ്രാബല്യത്തോടെ ഈ പറഞ്ഞ ക്രിമിനൽ നിയമങ്ങൾക്ക് ശിക്ഷ കിട്ടാനായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ എന്താ ഉദ്ദേശിച്ചെന്ന്? മനസ്സിലായി. ഓക്കെ. അപ്പൊ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല എന്നാണ് പറയണത്. അതാണ് ഈ മുൻകാല പ്രാബല്യം എന്ന് പറയണത്. ചില നിയമങ്ങൾ വരുമ്പോ, ഇപ്പൊ ശമ്പളം വരുമ്പോ, ചില ശമ്പളത്തിന്റെ ഒക്കെ നിയമം വരുമ്പോ പറയും ഓഗസ്റ്റിലായിരിക്കും നിയമം വരണത്. പറഞ്ഞു ജൂലൈ തൊട്ടുള്ള ജൂലൈ അല്ലെങ്കിൽ ജൂൺ തൊട്ട് ഈ സംഭവം ബാധകമാണ്. അപ്പൊ ജൂൺ തൊട്ട് നിങ്ങൾക്ക് സാലറി കിട്ടും. കഴിഞ്ഞു പോയ മാസമാണ്. അപ്പൊ ഓഗസ്റ്റില് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ ഒരു നിയമം വരികയാണ്, മുൻകാല പ്രാബല്യം ഉണ്ട്, അപ്പൊ ജൂണിലെ ജൂലൈയിലും ഓഗസ്റ്റിലൊക്കെ സാലറി കൂട്ടി കിട്ടും എന്നും പറഞ്ഞ അങ്ങനത്തെ ഒന്നും പറ്റില്ല. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ആ സമയത്തെ നിയമം അനുസരിച്ച് മാത്രം ആ കുറ്റത്തിനുള്ള ശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് മുന്നേ അത് ചെയ്തു ഇപ്പോഴത്തെ ശിക്ഷ ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറഞ്ഞ് പറ്റില്ല. അതാണ് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത്. ഇനി നോ ഡബിൾ ജിയോപാർഡി അതെന്ന് പറയണത് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം, ഈ ടേമുകൾ പഠിക്കണേ, ടേം എന്താണെന്നോ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പഠിക്കണേ. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഒരിക്കലും നമുക്ക് ഒരു കുറ്റത്തിന് നമുക്ക് ശിക്ഷ കിട്ടി, പിന്നീട് അതേ കുറ്റം തന്നെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ആ കുറ്റത്തിന് പിന്നെ ശിക്ഷ അനുഭവിക്കാനായിട്ടുള്ള നിയമമൊന്നുമില്ല. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യം മാത്രമേ ശിക്ഷയുള്ളൂ. പിന്നെ പിന്നീടും അതേ കുറ്റത്തിന് പിന്നെ ശിക്ഷിക്കാനൊന്നുമില്ല. ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യമാണ് ശിക്ഷയുള്ളൂ. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഇനി അടുത്തതാണ് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അതായത് ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു കുറ്റം ചെയ്തു, അപ്പൊ എനിക്ക് തന്നെ ഞാൻ തന്നെ എനിക്കെതിരെ തെളിവ് ഉണ്ടാക്കാൻ പാടില്ല. എനിക്കെതിരെയുള്ള തെളിവ് പോലീസുകാരാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അതിനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ആ തെളിവൊക്കെ കണ്ടുപിടിച്ച് തരേണ്ടത്. അല്ലാണ്ട് ഞാൻ കുറ്റസമ്മതം നടത്തണം അങ്ങനത്തെ കാര്യമല്ല പറയണേ. എനിക്കെതിരെയുള്ള തെളിവ് ഞാൻ തന്നെ തെളിവ് നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. തെളിവൊക്കെ നമുക്കെതിരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കണം. ഇപ്പൊ ദൃശ്യ സിനിമയിലായാലും ഇപ്പൊ മോഹൻലാൽ ആ കുട്ടീനെ കൊണ്ട് അവിടെ കുഴിച്ചിട്ടണെന്ന് പറഞ്ഞു. അതങ്ങനെ ആ കുട്ടി പറഞ്ഞു, കണ്ടുപിടിച്ച് കുഴിച്ചെടുത്ത് തെളിവ് കണ്ടുപിടിക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്വം. ഓക്കെ, അത്രയാണ് പറയണത്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ആർട്ടിക്കിൾ 20 പറയണത്. 3 തരത്തിലാണ് കുറ്റവാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്നത്. ഒന്ന്, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. പിന്നെ ഒരു കുറ്റത്തിന് ഒരാളെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. പിന്നെ ക്രിമിനൽ കേസുകളിൽ ആ ഒരു വ്യക്തിയെ അയാൾക്കെതിരായിട്ട് തെളിവ് നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ മനസ്സിലായോ? ആർട്ടിക്കിൾ 20 ഭരണ 3 കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ആ ഇംഗ്ലീഷ് ടേമുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോ ഡബിൾ ജിയോപാഡി, നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, നോ സെൽഫ് ഇൻക്രിമിനേഷൻ. ഈ 3 ഇംഗ്ലീഷ് ടേമുകളും ചിലപ്പോൾ ഇത് ഇംഗ്ലീഷ് ടേം തന്നിട്ട് ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ. ഇനി അടുത്തതാണ് ആർട്ടിക്കിൾ 21. ഇതിൽ പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയണത്. ഓക്കെ, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിലും ഉള്ള കാര്യമാണ്. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് പോലും 20ഉം 21ഉം ലംഘിക്കാൻ പാടില്ല കേട്ടോ. ആർട്ടിക്കിൾ 20, 21. ആർട്ടിക്കിൾ 20, 21 അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ പാടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ബാക്കിയുള്ള സ്വാതന്ത്ര്യങ്ങളും അങ്ങനെയുള്ള മൗലികാവകാശം ഒക്കെ പോയാലും ആർട്ടിക്കിൾ 20ഉം 21ഉം ലംഘിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമത്തിൽ പറയണത്. ഓക്കെ, അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ റദ്ദ് ചെയ്യാൻ പാടില്ലാത്ത 2 ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20ഉം 21. 21 എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം, അതേപോലെ തന്നെ 20 എന്ന് പറഞ്ഞ കുറ്റവാളികൾക്ക് ഉള്ള സംരക്ഷണം പറയണ ആർട്ടിക്കിളാണ്.
അപ്പൊ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയണത്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് 21. പിന്നെ നമുക്കറിയാം, നമുക്കിപ്പോ പബ്ലിക് പ്ലേസുകളിലൊന്നും സ്മോക്കിംഗ് അലൗഡ് അല്ല. അതൊക്കെ ഈ പറയണത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. അതായത് നമ്മുടെ ജീവിക്കാനുള്ള ആ ഒരു അവകാശമാണ് സ്മോക്കിംഗ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 21 പ്രകാരം പൊതു സ്ഥലങ്ങളിൽ സ്മോക്കിംഗ് പാടില്ല എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞത്. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ജീവിത പങ്കാളിനെ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും. അത് ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമൊന്നുമില്ല. അതും ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമൊക്കെ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? 21 ക്ലിയർ ആയോ? 21 ജീവിക്കാനുള്ള അവകാശം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതാണ് നമുക്ക് ഒന്നും കൂടി പറഞ്ഞു പോവാം. ഇനി ആർട്ടിക്കിൾ 21 A ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പറയണത്. മൗലിക സ്വാതന്ത്ര്യത്തിലല്ല ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. 6 മുതൽ 14 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കണം. അത് ആർട്ടിക്കിൾ 21 A പറയണത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇന്നൊരു മൗലിക അവകാശമാണ്. അത് വന്ന ഭേദഗതി ഇതെപ്പോഴും ചോദിക്കണതാണ്. ഏത് ഭേദഗതി കൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്? അതേപോലെ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, എത്ര തൊട്ട് എത്ര വരെയുള്ള വയസ്സുള്ള കുട്ടികൾക്കാണ് നിർബന്ധിതവും അതേപോലെ തന്നെ സൗജന്യ വിദ്യാഭ്യാസവും ആക്കിയത്? ഓക്കെ, അപ്പൊ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയത് 86 ഭേദഗതി പ്രകാരം, 2002 86 ഭേദഗതി പ്രകാരമാണ്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26. പറ്റുന്നവര് ഈ ഡേറ്റും പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഒന്നും പറ്റാത്തവര് 2010 ഏപ്രിൽ 1 പഠിക്കുക. ഇത് നിലവിൽ വന്ന വർഷമാണിത്. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. 2010 ഏപ്രിൽ 1 86 ഭേദഗതി പ്രകാരമാണ് 2002 86ാമത് അമെന്റ്മെന്റ് വഴിയാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയത്. അത് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുന്നു. ഇനി ഒരെണ്ണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതിലുള്ള കഴിയും. 19 മുതൽ 22 വരെയാണ് നമ്മൾ പറഞ്ഞ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടണത് അല്ലെ. 19 മുതൽ 22. 19 നമ്മുടെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറഞ്ഞു. 20 നമ്മൾ പറഞ്ഞു കുറ്റവാളികൾക്കുള്ള സംരക്ഷണം പറഞ്ഞു. അയാൾക്കെതിരെ തെളിവ് കൊടുക്കാൻ പാടില്ല. ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. 21 ജീവിക്കാനുള്ള അവകാശമാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് 22. അതായത് കരുതൽ തടങ്കൽ എന്ന് പറയും. അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചിലവരെ പിടിച്ച് പോലീസിന് മുൻകൂറായിട്ട് ആ ഒരു സംഭവം, ഒരു കലാപം പൊട്ടി പുറപ്പെടാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ പോവാണ്, അപ്പൊ അതിന് ഇന്ന വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ സാഹചര്യം മോശമാവും എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ആളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കിൽ കൊണ്ടിടാൻ പറ്റും. അത് ഒരു ആർട്ടിക്കിൾ 22 പ്രകാരമാണ് ഈ കരുതൽ തടങ്കലിനെ പറ്റി പറയുന്നത്. അങ്ങനെ 3 മാസം വരെ നമുക്ക് ഒരാളെ ഇങ്ങനെ കരുതൽ തടങ്കലിൽ ഇടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ നിയമ വിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്നു. അതാണ് ഈ പറഞ്ഞ 22. ഇനി അതിന് നമുക്ക് പറയാൻ കാരണം നിയമവിധേയമല്ലാത്ത അറസ്റ്റ്, നമ്മളിപ്പോ ഒരാള് നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ ന്യായമായുള്ള ഒരു അവകാശമുണ്ട്. എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ അവകാശമുണ്ട്. അതേപോലെ തന്നെ അന്യായമായിട്ടാണ് അറസ്റ്റ് ചെയ്യണമെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തിന്റെ പേരിലായിക്കോട്ടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. അപ്പൊ ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനുള്ളിൽ
നമ്മൾ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നമ്മളെ ഹാജരാക്കണം. ഇനി അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണം അറിയാനായിട്ട് അവകാശമുണ്ട്. പിന്നെ വാറണ്ടുള്ള കേസ്, ഇല്ലാത്ത കേസ്, അങ്ങനത്തെ കേസുകൾ സെപ്പറേറ്റ് ഉണ്ട്, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യണ്ട. ഇനി ചില സന്ദർഭങ്ങളിൽ, ഇതാണ് നമ്മൾ പറഞ്ഞ കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിന് മുമ്പായി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഒന്നും കൂടാതെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യാം. അതിനെ പറയണ പേരാണ് കരുതൽ തടങ്കൽ. അത് പ്രകാരം ആദ്യമായിട്ട് അറസ്റ്റിലായ വ്യക്തിയുടെ പേരാണ് AK ഗോപാലൻ. 3 മാസം വരെ നമ്മുടെ കരുതൽ തടങ്കല് കൊണ്ടിടാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ തോന്നും നമ്മുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഹരിക്കുന്ന ഒരു നിയമമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമമാണ്. പക്ഷെ തക്കതായ കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെ കരുതൽ തടങ്കല് 3 മാസം വരെ ആക്കാം. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. ക്ലിയർ ആണോ? ആർട്ടിക്കിൾ 22 കിട്ടിയോ? 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിനെ ഒരു ഉപദേശക സമിതിക്ക് മുന്നിൽ കൊണ്ടുവന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വിട്ടയക്കും. ഓക്കെ, പുനഃപരിശോധനയ്ക്കൊക്കെ വിധേയമാക്കും 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, ഈ കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. ക്ലിയർ ആയോ? 19, 20, 21, 22. അപ്പൊ നമുക്ക് ആദ്യമേ നമ്മൾ പഠിച്ചു പോകുന്ന ആർട്ടിക്കിൾസ് ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങളൊന്ന് കമന്റ് ചെയ്യോ? ആർട്ടിക്കിൾ 14 എന്താ പറയണേ? ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും, ഓർത്ത് എടുക്കാം. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം. സമത്വം. ഒരാൾക്ക് മാത്രം പഠിച്ചാൽ മതിയോ? ബാക്കിയുള്ളവരൊന്നും പറയാത്തത് എന്താ? ഇത് നിങ്ങൾ എത്ര പഠിച്ചാലും തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും മെനക്കെടണേ. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം. 15 എന്താ? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. ഓക്കെ, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. 16 അവസര സമത്വം. 17 അയിത്ത നിർമാർജനം. 18 സ്ഥാനപ്പേര് നിർത്തലാക്കൽ. തലക്കെട്ട് എന്ന് നിങ്ങൾ പഠിച്ചാലും മതി. 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 20 കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണം. ഓക്കെ, 3 കാര്യങ്ങളും നമ്മളവിടെ പറയുന്നുണ്ട്. 21 ജീവിക്കാനുള്ള അവകാശം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, 21 വയസ്സായി കഴിഞ്ഞാലാണ് ആൺകുട്ടികൾക്ക് വിവാഹപ്രായം എന്ന് നമ്മൾ പറയണത്. അപ്പൊ 21 വയസ്സോട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, 18 വയസ്സ് പെൺകുട്ടികൾക്ക് ഇപ്പൊ പോരെ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, 22 കരുതൽ തടങ്കൽ. ഓക്കെ, അപ്പൊ സമത്വത്തിലുള്ള അതിൽ വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാ? സമത്വത്തിന്റെ അണ്ടറിൽ വരുന്ന, സമത്വം എന്ന മൗലികാവകാശത്തിന്റെ അണ്ടറിൽ വരുന്ന ആർട്ടിക്കിൾസ് 14 മുതൽ 18 വരെ. 14 മുതൽ 18 വരെ. ഇനി സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ വരുന്ന ആർട്ടിക്കിൾസ് 19 തൊട്ട് 22. 19 മുതൽ 22 വരെ. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ. പൊതുസ്ഥലങ്ങളില് പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരാ? പറയൂ. 21. ജീവിക്കാനുള്ള അവകാശം, അതിലാണ് ആർട്ടിക്കിൾ 21 പ്രകാരമാണ് കേട്ടോ. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾ 22 അനുസരിച്ച് നമ്മൾ പറഞ്ഞു അറസ്റ്റിനുള്ള കാരണങ്ങൾ നമുക്ക് അറിയാൻ അവകാശമുണ്ട് അല്ലെ. നമ്മൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തേ എന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നിയമത്തിന്റെ പരിരക്ഷ കിട്ടാനായിട്ട് 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് എത്തിക്കണം എന്നാണ് നിയമം. അത് നിങ്ങൾ ചില സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. ശനിയാഴ്ച വൈകിട്ട് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് അപ്പൊ ഞായറാഴ്ച പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടുന്ന അങ്ങനത്തെ കുറെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അത് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണമല്ലോ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു പോകാൻ വേണ്ടിട്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറയണത്, നമുക്ക് ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു വക്കീലിനെ വിളിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. അവരുടെ കേസ് എന്താന്ന് സംസാരിക്കാനും ഒരു വക്കീലായിട്ട് കൂടിയാലോചിക്കാനൊക്കെ നിയമം അനുവാദം നൽകുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 22 പ്രകാരമാണ് കേട്ടോ.
നമുക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനെ നമുക്ക് അയാളോട് സംസാരിക്കാനും കേസ് വാദിക്കാനൊക്കെ ആയിട്ടുള്ള അവകാശം കൊടുക്കുന്നതും ആർട്ടിക്കിൾ 22 പ്രകാരമാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഈ 21 വേറെ കുറെ ഉണ്ട്. ജീവിക്കാനുള്ള അവകാശമാണല്ലോ ആർട്ടിക്കിൾ 21. ആ ആർട്ടിക്കിൾ 21 പ്രകാരമാണ് നമുക്കിപ്പോ എന്തെങ്കിലും മലിനമായിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വ്യവസായശാലകളൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ ജീവിക്കാനുള്ള നമ്മുടെ അവകാശത്തെ ഹനിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് പ്രകാരം സുപ്രീം കോടതി പറയണ എല്ലാവർക്കും ശുദ്ധമായ ജലം കിട്ടണമെന്നും അന്തസ്സോടെ ജീവിക്കാനൊക്കെ നമുക്കുണ്ട്. അപ്പൊ അത് പ്രകാരമാണ് സുപ്രീം കോടതി ഇപ്പൊ മലിനമായ ജലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശത്തിന്റെ അണ്ടറിൽ വരും കേട്ടോ. ഇന്റർനെറ്റ് ലഭിക്കാനുള്ള അവകാശം വരെ ആർട്ടിക്കിൾ 21 അണ്ടറിൽ നമുക്ക് കിട്ടും. അതേപോലെ എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണാനായിട്ട്, വൈദ്യപരിശോധനയ്ക്ക്, അങ്ങനെയൊക്കെയുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റങ്ങള്, നമ്മുടെ ആരോഗ്യത്തിനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശം, ഉപജീവനത്തിനുള്ള അവകാശം, ഇതൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ അണ്ടറിൽ വരണതാണ് കേട്ടോ. ഏകാന്ത തടവിനെതിരെയുള്ള അവകാശം. ഏകാന്ത തടവ് എന്താണെന്നറിയില്ലേ? ചില വലിയ വലിയ ക്രിമിനൽ കുറ്റവാളികളെയൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ജയിലിൽ കൊണ്ടുപോയി ഒറ്റയ്ക്കൊരു ജയിലല്ല ഒറ്റയ്ക്കൊരു സെല്ലിൽ കൊണ്ടിടും. അപ്പൊ ഏകാന്ത തടവിനെതിരെയുള്ള അവകാശം. അങ്ങനെ ഒറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറെ കഴിയുമ്പോൾ നമ്മുടെ മാനസിക നില തെറ്റി തുടങ്ങും. ആരോട് സംസാരിക്കാനൊന്നും ഇല്ലാണ്ട്. അപ്പൊ ആ ഏകാന്ത തടവിനെതിരായിട്ടുള്ള അവകാശമൊക്കെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശത്തിന് കിട്ടും. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില സിനിമയിലൊക്കെ ഫുള്ള് വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള സ്ഥലത്ത് നമുക്ക് അധികം നാൾ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഞാൻ പറഞ്ഞുള്ളൂ വെറുതെ. ഓക്കെ, അപ്പൊ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 20, 21. 20 കുറ്റാരോപിതർക്കുള്ള അവകാശമാണ്, 21 ജീവിക്കാനുള്ള അവകാശമാണ്. ഈ 2 ആർട്ടിക്കിള് നമ്മുടെ എമർജൻസിയുടെ സമയത്ത് പോലും, എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയുടെ സമയത്ത് പോലും റദ്ദ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഈ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 14, 19, 21. ആർട്ടിക്കിൾ 14 നമുക്കറിയാം സമത്വമാണ്, 19 സ്വാതന്ത്ര്യമാണ്, 21 ജീവിക്കാനുള്ള അവകാശമാണ്. ഈ പറഞ്ഞ 3 നമ്മൾ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 14, 19, 21 പഠിക്കണം കേട്ടോ. ആർട്ടിക്കിൾ 14, 19, 21 സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തേക്ക് പോവാം. അടുത്ത മൗലികാവകാശങ്ങളിലേക്ക് പൊക്കോട്ടെ. അടുത്ത മൗലികാവകാശം 14 മുതൽ 18 വരെ നമ്മൾ പറഞ്ഞു, 19 മുതൽ 22 വരെ നമ്മൾ പറഞ്ഞു. അടുത്തതിലേക്ക് പോട്ടെ. ക്ലിയർ ആയോ? ഓക്കെ. ഇതില് 20 ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ ആർട്ടിക്കിള്. 17 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 16 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ മൗലികാവകാശങ്ങളുടെ ആർട്ടിക്കിൾസ് എന്തായാലും പഠിക്കുക. ഈ ചൂഷണത്തിനുള്ള അവകാശത്തിൽ 24 കേട്ടോ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. 23-നേക്കാളും 23 ചോദിക്കില്ല എന്നല്ല, കുറവാണ് ചോദിച്ചു കണ്ടേക്കണേ. 24 ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടേക്കണേ. ചൂഷണത്തിലുള്ള അവകാശത്തില് 2 ആർട്ടിക്കിൾസ് ഉള്ളൂ. അത് 23-ഉം 24-ഉം ആണ്. 2 ആർട്ടിക്കിൾസ് ഉള്ളൂ, 23, 24. അപ്പൊ ഈ 23, 24 ചൂഷണത്തിനെതിരായി നമ്മളെ ഏതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്യണന് അതിനെതിരായിട്ടുള്ള അവകാശമാണ് 23, 24 പറയണത്. ആർട്ടിക്കിൾ 23 പ്രകാരം മനുഷ്യക്കടത്ത്, നമുക്കറിയാം മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കടത്തിക്കൊണ്ട് പോണത് വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. അതേപോലെ തന്നെ അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കല്, ഇതൊക്കെ ആർട്ടിക്കിൾ 23 പ്രകാരം വിലക്കിയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾക്കറിയാം പണ്ടത്തെ ഒരു പ്രാകൃത സമ്പ്രദായമാണ്, ഒരു ദുരാചാരമാണ് ദേവദാസി സമ്പ്രദായം എന്ന് പറയുന്നത്. അതൊക്കെ നിരോധിച്ചത് ഈ ആർട്ടിക്കിൾ 23 പ്രകാരമാണ്. ചൂഷണത്തിനെതിരെ 2 ആർട്ടിക്കിളാണ് വരണത്, 23, 24. അതിൽ തന്നെ 24 ഇമ്പോർട്ടന്റ് കേട്ടോ. 24 ബാലവേല നിരോധനമാണ്. നമുക്കറിയാം ചെറിയ കുട്ടികളെ പണിയൊന്നും എടുപ്പിക്കാൻ പാടില്ല എന്നാണ് പറയണത്. ചൈൽഡ് ലേബർ നിരോധിക്കുന്നുണ്ട്. അതായത് ഖനികളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒന്നും കുട്ടികളെ പണിയെടുപ്പിക്കാൻ പാടില്ല. അപ്പൊ ബാലവേല ഈ പറഞ്ഞ നിങ്ങൾ ഉപയോഗിക്കണ ചില ഉൽപ്പന്നങ്ങൾക്ക് ഒരു മുദ്ര കാണും. റഗ് മാർക്ക് എന്ന് പറഞ്ഞൊരു മുദ്ര കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. റഗ് മാർക്ക് എന്ന് പറഞ്ഞൊരു മുദ്ര കാണും. ഈ റഗ് മാർക്ക് എന്ന് പറഞ്ഞ മുദ്ര ഈ പറഞ്ഞ കുട്ടികളെ ബാലവേലയ്ക്ക് ഉപയോഗിക്കാണ്ട്
ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഒരു മുദ്രയാണ് ഈ റഗ് മാർക്ക്. ഇതിന്റെ ആളാണ് കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥി ആരാണെന്ന് ഓർമ്മയുണ്ടോ? നോബൽ ആരുടെ പ്രൈസ് കിട്ടിയതല്ലേ മലാലയുടെ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഭാരതീയനാണ് കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹത്തിന്റെയാണ് നമ്മുടെ മലാല യൂസഫ്സായിയുടെ കൂടെ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹം ആവിഷ്കരിച്ച ഒരു സംഭവമാണ് ഈ റഗ് മാർക്ക് മുദ്ര എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ ബാലവേല വിരുദ്ധ ദിനാണ് ജൂൺ 12. ജൂൺ 12 ആണ് ബാലവേല വിരുദ്ധ ദിനം. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ചൂഷണത്തിനുള്ള അവകാശം 23, 24 ക്ലിയർ അല്ലേ? അതാരാന്ന് നേരത്തെ പേര് വന്നു? കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥി കേട്ടോ. അദ്ദേഹത്തിന്റെ സംഘടനയാണ് ബച്പൻ ബചാവോ ആന്തോളൻ എന്ന് പറഞ്ഞ സംഘടന. ഇപ്പൊ അത് ഗുഡ് വീവ് എന്നൊക്കെ പറഞ്ഞ പേരിലാണ് ഈ റഗ് മാർക്ക് മുദ്ര അറിയപ്പെടുന്നത് കേട്ടോ. അതായത് ഈ ബാലവേല നിരോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ വ്യവസായശാലകളിൽ ഖനികളിൽ ഒന്നും കൊണ്ടുപോയി പണിയെടുപ്പിക്കരുത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 കേട്ടോ. ഓക്കെ, ഈ റഗ് മാർക്ക് മുദ്ര ഇപ്പൊ ഗുഡ് വീവ് എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ചില ഉൽപ്പന്നങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം റഗ് മാർക്ക് മുദ്ര. ആ മുദ്രയുടെ ആളാണ് കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്നത്. നമ്മുടെ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഭാരതീയനാണ് അദ്ദേഹം. ഓക്കെ, ക്ലിയർ അല്ലേ? കിട്ടിയോ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്തിനെ പറ്റിയാ പറയുന്നത്? സമത്വം. 19 മുതൽ 22 വരെ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. 23, 24 ചൂഷണം. ചൂഷണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ആർട്ടിക്കിൾ 24 ഏത് മൗലിക അവകാശത്തിന് ഉള്ളിലാണ് വരുന്നത്? അങ്ങനെ ചോദിച്ചാൽ ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തിൽ വരുന്നതാണ് ആർട്ടിക്കിൾ 24. അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. ഇനി കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? കരുതൽ തടങ്കൽ 22. ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കലിനെ പറ്റി പറയുന്നത്. ഇനി കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര മാസം വരെ നീണ്ടുപോവാ, അല്ലെങ്കിൽ എത്ര നാൾ വരെ നീണ്ടുപോവാം? 3 മാസം. മാക്സിമം 3 മാസം കേട്ടോ. ഓക്കെ, പിന്നെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ 24 മണിക്കൂർ. 24 കേട്ടോ. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് നിയമം കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതിന്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഓക്കെ, ഓപ്ഷൻ എ ഇന്റർനെറ്റ് ലഭ്യത, ഓപ്ഷൻ ബി സ്വത്തവകാശം, ഓപ്ഷൻ സി എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതിനുള്ള അവകാശം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ അറിയോ? ഇന്റർനെറ്റ് ലഭ്യത ഇപ്പൊ ഞാൻ പറഞ്ഞു, അതൊരു മൗലികാവകാശം എന്നുള്ള രീതിയിൽ ആർട്ടിക്കിൾ 21 അണ്ടറിൽ സുപ്രീം കോടതി പറയണ ഒരു കാര്യമാണ് കേട്ടോ. അതേപോലെ ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കുക, കസ്റ്റഡി ഉപദ്രവത്തിനെതിരെ, മലിനമായ വെള്ളം അല്ലെങ്കിൽ മലിനമായ സാഹചര്യങ്ങൾ, അതിൽ നിന്നുള്ള സംരക്ഷണം, ഉപജീവനത്തിനുള്ളത്, അതൊക്കെ അതിന്റെ ജീവിക്കാനുള്ള അവകാശത്തിൽ വരണതാണ് കേട്ടോ. അടുത്തത് നമ്മൾ പറയാൻ പോണത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നിങ്ങൾക്കറിയാം ഇന്ത്യ എന്ന് പറയണത് ഒരു മതേതരത്വ ഉള്ള രാജ്യമാണ്. ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മതം ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയണത്. ഇന്ത്യക്ക് ഒഫീഷ്യൽ ആയിട്ട് ഔദ്യോഗികമായിട്ട് ഒരു മതം ഇല്ല. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയണത് മതസ്വാതന്ത്ര്യത്തിന് എല്ലാ മതവിഭാഗങ്ങൾക്കും കുറെ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോ ആ 25 മുതൽ 28 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയണത്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 25 പറയണത് ആർക്ക് വേണമെങ്കിലും ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. ഓക്കെ, അതിനൊന്നും ഒരു തടസ്സമില്ല. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം,
ആ വിശ്വാസം നമുക്ക് ആചരിക്കാം, അത് പ്രചരിപ്പിക്കാം എന്ന് പറയണ അവകാശമാണ് ആർട്ടിക്കിൾ 25. ഓക്കെ, ആർട്ടിക്കിൾ 25 അനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കാനൊക്കെ അവകാശമുണ്ട്. നമ്മുടെ ഭരണഘടന അനുവദിച്ച് നൽകുന്നതാണ് ആ അവകാശം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, അത് ആ വിശ്വാസം നമുക്ക് ആചരിക്കാം, അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഇനി നമ്മുടെ ഈ സിഖ് മതവിശ്വാസികൾ എന്താ പറയാ, തലയിലൊരു സംഭവം കെട്ടിയേക്കണ, ഒരു തലപ്പാവ് പോലത്തെ സംഭവങ്ങൾ കെട്ടിയുള്ളേ, അതേപോലെ അവരുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്, ഒരു തരം കത്തിയാണ്, കൃപാണുകൾ എന്ന് പറഞ്ഞൊരു കത്തിയുണ്ട്. അതൊക്കെ കൊണ്ട് നടക്കാനൊക്കെയുള്ള അധികാരം ഒക്കെ കിട്ടിയത് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 25 മുഖേനയാണ്. ഇപ്പൊ മുസ്ലിംസിനും അവരുടെ വസ്ത്രധാരണത്തിൽ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സിസ്റ്റേഴ്സ്, അച്ഛന്മാര്, അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ പറഞ്ഞ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, ആചരിക്കുക, പ്രചരിപ്പിക്കുക, അതൊക്കെ അവകാശം തരുന്നത് ആർട്ടിക്കിൾ 25 പ്രകാരമാണ് കേട്ടോ. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 25 കേട്ടോ. ആർട്ടിക്കിൾ 25 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം ആണെന്ന് അറിഞ്ഞു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 25 കേട്ടോ. 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം, നോക്കി നടത്താം. നമുക്കറിയാം, ഇപ്പൊ ക്രിസ്ത്യൻസിനാണെങ്കിൽ ഒരുപാട് ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 26 പറയണത്. ഏത് മതത്തിലുള്ളവർക്കായാലും അവരുടെ മതത്തിന്റെ ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കാൻ പറ്റും, അത് നോക്കി നടത്താൻ പറ്റും. അതാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതവിഭാഗത്തിന്റെ പ്രചരണത്തിനോ പരിപാലനത്തിനോ, ഇതെന്താ കണ്ടന്റ് പഠിക്കുക വേണ്ടി നിർബന്ധിത നികുതി പാടില്ല. അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയില് ഇപ്പൊ ഒരു പ്രത്യേക മതം വളരാൻ, ഒരു മതത്തിന്റെ പേര് ഞാൻ പറയണില്ല, ഏത് മതം ആയിക്കോട്ടെ, ഇപ്പൊ ഹിന്ദുസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മതം വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുധനം, നമ്മുടെ ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നുള്ള ഒരു നികുതി പണങ്ങൾ ഒന്നും വിനിയോഗിക്കാൻ പാടില്ല. ഒരു മതം വളരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ മതത്തിന്റെ പരിപാലനത്തിനോ പ്രചരണത്തിനോ വേണ്ടി നമ്മുടെ പൊതുധനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണതാണ് ആർട്ടിക്കിൾ 27. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പരിപാലനത്തിനോ പ്രചരണത്തിനോ ആയി പൊതുധനം വിനിയോഗിക്കുന്നതിൽ നിന്നും സ്റ്റേറ്റിനെ വിലക്കുന്നതാണ് ഈ പറഞ്ഞ അനുച്ഛേദം 27 എന്ന് പറയണത്. 28 ഇമ്പോർട്ടന്റ് ആണ്. ഈ 28 പ്രകാരമാണ് നമ്മുടെ ഇപ്പൊ ചില ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിക്കോട്ടെ, മുസ്ലിം മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ ആയിക്കോട്ടെ, അവരുടെ കുറച്ച് മതബോധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് നടക്കില്ല. പണ്ടൊക്കെ പിന്നെയും ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പൊ ആർട്ടിക്കിൾ 28 പ്രകാരം നമ്മളെ അങ്ങനെ ആർക്കും നിർബന്ധിക്കാൻ ഒരു അവകാശമില്ല. ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ, പ്രത്യേകം പറയേണ്ടത് ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു രീതിയിലുള്ള മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് 28. അത് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഞാൻ പറഞ്ഞു കൊളാക്കണില്ല. സ്റ്റേറ്റിന്റെ സഹായം ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദിക്കാം. സ്റ്റേറ്റിന്റെ സഹായം ഇല്ലാത്ത ഇതില് ഇപ്പം നമ്മുടെ എയ്ഡഡ് സ്കൂളുകൾ, ക്രിസ്ത്യൻസിന്റെ എയ്ഡഡ് സ്കൂളുകൾ, അവിടുത്തെ സാലറി കൊടുക്കണത് ഗവൺമെന്റിന്റെ സാലറി ആണ് കിട്ടണത് അവർക്ക്. ഓക്കെ, ഗവൺമെന്റ് ആണ് ആ സാലറി കൊടുക്കണത്. അങ്ങനെ അല്ലാത്ത ഈ സ്റ്റേറ്റിന്റെ സഹായം ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് ഇങ്ങനെ മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല. ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പറ്റില്ല. അപ്പോ ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റ് സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാചാരങ്ങൾ എന്താ പറയാ, നിർബന്ധിക്കാൻ പാടില്ല. ആരെയും കൊണ്ട് നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിക്കാൻ പാടില്ല. അതാണ് 28 പറയണത്. 25 മുതൽ 28 വരെ ക്ലിയർ ആയോ? അപ്പൊ 25 നമുക്ക് ഇഷ്ടമുള്ള മതത്തില് വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം. 26 നമ്മൾ പറയണത് അവർക്ക് ജീവകാരുണ്യ സ്ഥാപനങ്ങൾ ഒക്കെ നടത്താം, കുഴപ്പമില്ല. 27 ഒരു പ്രത്യേക മതവിഭാഗം വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുപണം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. 28 ഗവൺമെന്റ് നടത്തുന്ന, ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിലൊന്നും എന്താ പറയാ, ഇന്നൊരു സംഭവം മതബോധനം അങ്ങനെയൊന്നും നമ്മൾ പഠിപ്പിക്കില്ല. അപ്പൊ ഗവൺമെന്റ് നടത്തുന്നോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാചാരം ഒന്നും നിർബന്ധമാക്കാൻ പാടില്ല, ആരെയും അതിനുവേണ്ടി നിർബന്ധിക്കാനും പാടില്ല. അതാണ് ആർട്ടിക്കിൾ 28 പറയണത്. ഇനി അടുത്തത് 29, 30
ഈ പറഞ്ഞ മതസ്വാതന്ത്ര്യത്തോടു കൂടെ കൂട്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ശരിക്കും 29, 30 മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശമാണ് 29, 30. ആർക്കുള്ളതാ? ന്യൂനപക്ഷത്തിന്. എന്താണ് ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ നിങ്ങക്ക്? ഈ ന്യൂനപക്ഷങ്ങൾ ആരാണ് എന്നറിയോ? ന്യൂനപക്ഷം ആരെയാണ് നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയണത്? ഇപ്പൊ ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഒക്കെ ന്യൂനപക്ഷമാണെന്ന് പറയും. അതെന്താണ് ന്യൂനപക്ഷം എന്ന് നമ്മൾ പറയാൻ കാരണം എന്നറിയോ? അതറിയോ? അതായത് ഒന്നെങ്കിൽ നമ്മുടെ രാജ്യം മൊത്തത്തില്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രത്യേക ഭാഗത്ത് അവിടെയുള്ള മൊത്തത്തിലുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോ ഇവര് എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടില് ഹിന്ദുസ് ആണ് മെജോറിറ്റി. അത് വെച്ച് നോക്കുമ്പോ ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും എണ്ണം വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ ആ രാജ്യം മൊത്തത്തിലോ അവരുടെ എണ്ണത്തിൽ കുറവുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ ഒരു പൊതുഭാഷയോ എന്തെങ്കിലും മതമോ അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുക. സാധാരണയായിട്ട് ആ ഒരു നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ ആ രാജ്യത്തില് ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇവര് എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ അവർക്കൊരു പൊതുഭാഷയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മൈനോറിറ്റീസ് എന്ന് വിളിക്കുക. കിട്ടിയാ? ന്യൂനപക്ഷം എന്താന്ന് മനസ്സിലായ? ക്ലിയർ ആണോ? ക്ലിയർ ആയോ? അപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള സംരക്ഷണമാണ് ഇപ്പൊ നമ്മുടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കുറെ ഹനിക്കപ്പെട്ടു എന്നൊക്കെ ഈ ലേറ്റസ്റ്റ് വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന അവകാശമാണ് ഈ 29, 30 പറയുന്നത്. അതിനെ പറയണതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. അത് പ്രകാരം 29, 30 എന്താണെന്ന് നമുക്ക് പറയാം. ഈ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 29, 30. ആർട്ടിക്കിൾ 29 പറയണത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ്. അതായത് ഈ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായി ചില ഏരിയയിൽ ചില ന്യൂനപക്ഷങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പ്രത്യേകമായിട്ട് അവർക്ക് ഒരു മതം ഉണ്ടാവാം, ഭാഷ ഉണ്ടാവാം, ലിപി ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംരക്ഷിക്കാൻ ഇപ്പൊ മുസ്ലിംസിനെ സംബന്ധിച്ച് അറബി അതൊരു അവരുടെ ഒരു ഭാഷയാണ്. അപ്പൊ അതൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു അവകാശമാണ് ന്യൂനപക്ഷങ്ങൾക്ക്. അവരുടെ ഭാഷ ആയിക്കോട്ടെ, ലിപി ആയിക്കോട്ടെ, സംസ്കാരം ആയിക്കോട്ടെ, അതൊക്കെ സംരക്ഷിക്കാൻ പറ്റും ആർട്ടിക്കിൾ 29 പ്രകാരം. ഇനി പൂർണ്ണമായും സ്റ്റേറ്റിന്റെ കീഴിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ധനസഹായത്തോടു കൂടി നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല. പിന്നെ നമുക്കറിയാം നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പൊ നമ്മുടെ ഇവിടെ കുറെ ക്രിസ്ത്യൻസിന്റെ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേക അവകാശം കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള സ്കൂളുകളും കോളേജുകളും ഒക്കെ നമുക്ക് തുടങ്ങാൻ പറ്റുന്നത്. അതേപോലെ മുസ്ലിംസ് മാനേജ്മെന്റിന്റെ കോളേജുകളും സ്കൂളുകളും ഉണ്ട്. ഹിന്ദുസ് മാനേജ്മെന്റിന്റെ സ്കൂളുകളും കോളേജും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അതൊക്കെ തുടങ്ങാൻ പറ്റണത് ഈ പറഞ്ഞ ആർട്ടിക്കിൾ പ്രകാരമാണ്. ഈ പറഞ്ഞ അവരുടെ ഭാഷ ലിപി അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസങ്ങള് അവർക്ക് ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പറ്റും. അതാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. അപ്പൊ ആ ആർട്ടിക്കിൾ 30 പ്രകാരമാണ് നമ്മൾക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ ആരുടെ ഒരു ജാതി വർഗത്തിന്റെ പേരിലൊന്നും ഇപ്പൊ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഒരു ഹിന്ദു കുട്ടീനെ അഡ്മിഷൻ കൊടുക്കില്ല, മുസ്ലിം കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കില്ല എന്നൊന്നും പറയാൻ പാടില്ല. അതൊന്നും നിഷേധിക്കാൻ പാടില്ല എന്നാണ് പറയണത്. 29 ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം, 30 അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള കാര്യമാണ് പറയണത്. ക്ലിയർ ആണോ? 29, 30 ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ഒരു മതത്തിന്റെ രീതിയിൽ നിന്നുകൊണ്ടല്ല കേട്ടോ നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയണത്. ചിലപ്പോ ഭാഷാപരമായിട്ട് അവർ വളരെ കുറച്ച് കമ്മ്യൂണിറ്റി ആവും, സംസ്കാരപരമായിട്ട് അവർ കുറച്ച് കമ്മ്യൂണിറ്റി ആവും. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ന്യൂനപക്ഷത്തിന്റെ പരിധിയിൽ പെടുന്ന ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഒരെണ്ണം കൂടി കഴിഞ്ഞാൽ നമ്മുടെ കഴിയും. 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പൊ നിങ്ങൾ ചോദിക്കും 31 ഞാൻ പറഞ്ഞില്ലല്ലോ. 31 സ്വത്തവകാശത്തെ പറ്റിയുള്ള ആർട്ടിക്കിൾ ആയിരുന്നു. അതുകൊണ്ട് അത് നമ്മുടെ ഇതിൽ നിന്ന് എടുത്തു കാട്ടിക്കളഞ്ഞു.
ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ 32ലേക്ക് പോകണം. പിന്നെ ഇതിന്റെ 31 എയും ബി ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇനി 32 പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പ്രതിവിധി എന്ന് പറയണത് മൗലിക അവകാശങ്ങളിൽ മൗലികമാണെന്നാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് നമ്മുടെ അംബേദ്കർ 32ാമത്തെ ആർട്ടിക്കിളിനെ വിശേഷിപ്പിച്ചത്. അതായത് ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ മൗലിക അവകാശങ്ങൾ എന്തെങ്കിലും നമുക്ക് ലംഘിക്കപ്പെട്ടു, നമ്മുടെ മൗലിക അവകാശം എന്തെങ്കിലും ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കാനായിട്ട് നമുക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം ഭരണഘടന പരമായിട്ട് നമുക്ക് തരണ ഒരു അവകാശമാണ്. മനുഷ്യാവകാശങ്ങൾ, നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് പറയണ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. ഓക്കെ, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ക്ലിയർ അല്ലേ? 32 ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആണോ? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഏത് ആർട്ടിക്കിളാ? ഏത് ആർട്ടിക്കിളാ? പറയൂ. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ഏത് ആർട്ടിക്കിൾ പ്രകാരാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം? വേഗം പറയും, വേഗം പറഞ്ഞ വേഗം അവസാനിപ്പിക്കാം. ഏതൊക്കെ ആർട്ടിക്കിളിലാണ് നമ്മുടെ ന്യൂനപക്ഷങ്ങളെ പറ്റി പറയണത്? എന്തത് ഒരു റെസ്പോൺസ് ഇല്ലാണ്ടിരിക്കണേ, നിങ്ങൾ ഉറങ്ങാണോ? ഇതിങ്ങനെ ചോദിക്കണത് നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യാനോ? ഓർമ്മയുണ്ടാവും, നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. 29, 30 പ്രകാരം കേട്ടാ. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 33 പറയണത് രാജ്യത്തെ സുരക്ഷാ സേന അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പാർലമെന്റ് അധികാരപ്പെടുന്നു. ഇതൊന്നും പഠിച്ചില്ലേലും കുഴപ്പമില്ല. ആർട്ടിക്കിള് 32 വരെ പഠിച്ചാൽ മതി. നമുക്കറിയാം 12 മുതൽ 35 വരെയാണ് ആർട്ടിക്കിള് മൗലിക അവകാശങ്ങൾ, പക്ഷെ ഇതൊന്നും അങ്ങനെ പഠിക്കണമെന്നില്ല. ആർട്ടിക്കിള് 34 ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിരിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തൽ, അതൊക്കെയാണ് 34 പറയുന്നത്. 35 ചില നിശ്ചിത മൗലിക അവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനായുള്ള നിയമനിർമ്മാണ അധികാരം പാർലമെന്റിന് മാത്രമാണ്, അത് സംസ്ഥാന നിയമങ്ങൾക്കില്ല. ഇതൊന്നും പഠിക്കണമെന്നില്ല കേട്ടോ, 32 വരെ പഠിച്ചാൽ മതി നിങ്ങള്. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. അതായത് നമുക്കറിയാം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന കുറച്ച് മൗലിക അവകാശങ്ങളുണ്ട്. അതാണ് ആർട്ടിക്കിൾ 15, 16, 19, 29, 30. എപ്പോഴും ചോദിക്കേണ്ടതാണ് PSC. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. 16 അവസര സമത്വമാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഇതില് ഇന്ത്യക്കാർക്ക് മാത്രമാണ് അവസരം കൊടുക്കുള്ളൂ പൊതു നിയമനങ്ങളിൽ. 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. 19 സ്വാതന്ത്ര്യമാണ്. 29, 30 ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ കിട്ടുന്ന ആർട്ടിക്കിൾ ആണ്. ഇനി ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ഒരുപോലെ ലഭ്യമാകുന്ന അവകാശങ്ങളാണ് ബാക്കിയുള്ളത്. നിങ്ങൾ ഓർക്കാനായിട്ട് 15, 16 അടുപ്പിച്ചടുപ്പിച്ച് പറയണതല്ലേ, 15, 16. അതേപോലെ 29, 30 അടുപ്പിച്ചടുപ്പിച്ച് പറയണതാ. പിന്നെ 19 മാത്രമാണ് എക്സ്ട്രാ വരുന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞതിലും ഭൂരിഭാഗം ഇതിൽ കവർ ചെയ്യും. പിന്നെ ശത്രു രാജ്യത്തെ പൗരന്മാരെ ഒഴികെയാണ് പറയണത്. അതായത് ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന, പാകിസ്ഥാൻ നമ്മുടെ ഒരു ശത്രു രാജ്യമാണല്ലോ, ഒരു എനിമി കൺട്രിയാണ്. അപ്പൊ അവർക്കൊന്നും ഇത് കിട്ടില്ല, അല്ലാത്ത വിദേശ പൗരന്മാർക്ക് കിട്ടും. ആർട്ടിക്കിൾ 14 സമത്വം, 20 കുറ്റവാളികൾക്കുള്ള സംരക്ഷണം, 21 ജീവിക്കാനുള്ള അവകാശം, 21A വിദ്യാഭ്യാസം, 22 കരുതൽ തടങ്കൽ, 23, 24 ചൂഷണം, അതുപോലെ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം. ഓക്കെ, ഇത്രയും ആർട്ടിക്കിൾസ് വിദേശ പൗരന്മാർക്കും ഇന്ത്യൻ പൗരന്മാർക്കും ഒരേപോലെ കിട്ടും. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? രണ്ടൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം പെട്ടെന്ന്. നിങ്ങൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോ നമുക്ക് എടുക്കാൻ അങ്ങോട്ട് പറ്റണില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ, ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം. ശരിയോ തെറ്റോ? ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം. ശരി. അടുത്തത്, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. ശരി. അടുത്ത ഓപ്ഷൻ, ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതപഠനാവകാശമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠന അവകാശമുണ്ട്. തെറ്റാണ് കേട്ടോ. ന്യൂനപക്ഷങ്ങൾക്ക് നമ്മൾ പറഞ്ഞു ആരെ നിർബന്ധിച്ച് അങ്ങനെയൊന്നും പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയാം. ഓക്കെ, അപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മൗലികാവകാശം ഏതാന്ന് ചോദിച്ചാൽ അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണ്. അത് 29-30 പെടുന്നു കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പറയുന്നു? ഓപ്ഷൻ എ 28, 29. നിങ്ങൾ ആൻസർ പറയണേ. ഓപ്ഷൻ എ 28, 29 ശരിയാണോ? 30, 31, 25, 26 നിങ്ങൾ ആൻസർ പറഞ്ഞോ. മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആ നമ്പറൊക്കെ മാറിപ്പോകും. ഓക്കെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഏതൊക്കെ ആർട്ടിക്കിള്? പറയേ, 2 നമ്പറല്ലേ ഉള്ളൂ, അതങ്ങോട്ട് പറയേ. 29, 30. 29, 30. അടുത്തൊരു ക്വസ്റ്റ്യൻ, എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏതു മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭാഷാപരവും സാംസ്കാരികവുമായിട്ടുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കേട്ടോ. ഏത് വകുപ്പിനെയാണ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറഞ്ഞത്? ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഏതാ? 21. അല്ല, 32 കേട്ടോ. ഭരണഘടനാപരമായി പ്രതിവിധിക്കുക, എന്തെങ്കിലും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിനെ സമീപിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയണത് കേട്ടോ. ഓക്കെ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ആർട്ടിക്കിൾ. ഇതൊക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. PYQ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 21A. ആർട്ടിക്കിൾ 21A ആണ് വിദ്യാഭ്യാസം. എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്? എത്ര തൊട്ട് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്? 6 തൊട്ട് 14. ഏത് ആർട്ടിക്കിൾ അല്ല ഏത് ഭേദഗതിയാ? ഓർമ്മയുണ്ടോ? എത്രാമത്തെ ഭേദഗതിയാന്ന്? 86ാമത്തെ ഭേദഗതി കേട്ടാ. എന്നാ നിലവിൽ വന്നതെന്ന് ഓർമ്മയുണ്ടോ? ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2010 ഏപ്രിൽ 1-നാണ് നിലവിൽ വന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. 86ാമത്തെ ഭേദഗതി 2002-ലെ 86ാമത്തെ അമെന്റ്മെന്റ് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-ാം തീയതി കേട്ടോ. ഓക്കെ, പിന്നെ പ്രാബല്യത്തിൽ വന്നതാണ് 2010 ഏപ്രിൽ 1. പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26-ാം തീയതി. ഓക്കെ, അംബേദ്കർ ഹൃദയവും ആത്മാവെന്ന് വിളിച്ചത് ഏത് ആർട്ടിക്കിളാ? 32. ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള ആർട്ടിക്കിൾ ആണ് കേട്ടോ. ഇനി സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് ആർട്ടിക്കിളാ? ഓർമ്മയുണ്ടോ? സ്വകാര്യത അതൊക്കെ ആർട്ടിക്കിൾ 21-ലാട്ടോ. പുകവലി നിരോധിച്ചത്, അങ്ങനെയുള്ള ഇഷ്ടമുള്ള പങ്കാളിനെ
സ്വീകരിക്കാൻ പറ്റണത് അതൊക്കെ 21 പ്രകാരമാണ് കേട്ടോ. അയിത്താചാര നിരോധന നിയമം നിലവിൽ വന്നത് ഞാൻ നേരത്തെ ചോദിച്ചതാണ്. ഓർമ്മയുണ്ടോ? അയിത്താചാര നിരോധന നിയമം വർഷം മറന്നുപോയ്യാ? 1955 കേട്ടോ. 1955 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. 2002 86 ഭേദഗതി കേട്ടോ. 2002 6 ഭേദഗതി. പിന്നെ 3 മാസം വരെയാണ് കരുതൽ തടങ്ക് പറ്റുന്നത്. പിന്നെ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് എത്തിക്കണം. ഓക്കെ. 86 ഭേദഗതി 2002. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നിർത്താം. ഈ മൗലികാവകാശങ്ങളിൽ നിന്ന് തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് വരും. ഓരോ ആർട്ടിക്കിളും ഏത് മൗലികാവകാശത്തിന്റെ അണ്ടറിലാണെന്നും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എക്സാമിനും 1 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഏരിയയാണ് മൗലികാവകാശങ്ങൾ. ഇത് പഠിക്കാണ്ട് പോവുകയും വേണ്ട ഒരു എക്സാമിന്. ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ താങ്ക് യു.